കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ ചായ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉള്ള ഒരു ചെറിയ പെട്ടിക്കടയിലാണ്. പെട്ടിക്കട എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം തേടി വന്ന ഒരു കടയാണ്. അതും എൻ്റെ സുഹൃത്തായ ഗോഡ്സൻ്റെ കട. ആ കടയിലാണ് ഇന്നത്തെ ചായ. അപ്പോൾ ഇതാണ് കട. അപ്പോൾ കേളകം പോകുന്ന വഴിക്കാട്ടോ ഈ കടയുള്ളത്. അപ്പോൾ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടുകാരായ എല്ലാ ഫ്രണ്ട്സുകളും അവനെ സപ്പോർട്ട് ചെയ്യണം. ഈ വഴിക്ക് പോകുമ്പോൾ ഇനി വേനലാണ് വരുന്നത്, വെള്ളമുണ്ട്, കടലുണ്ട്, ചെറിയ പിള്ളേർക്കുള്ള പ്ലേസുകളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഒരു ഉപജീവന മാർഗത്തിൻ്റെ, ഒരു കുടുംബത്തിന് പോറ്റാനുള്ള ഒരു തന്ത്രപ്പാടിൻ്റെ അല്ലെങ്കിൽ ഒരു വേവലാതീൻ്റെ എല്ലാമാകട്ടെ. ഇന്നത്തെ വീഡിയോ അവന് വേണ്ടിയായിട്ട് ചെയ്തതാണ്. ഇതാണ് കണിച്ചാർ കേളകം പോകുന്ന വഴി. ഇഷ്ടംപോലെ വണ്ടികൾ ചീറിപ്പായതാണ്. അത്യാവശ്യം വണ്ടി നിർത്താനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം എല്ലാ പൊടിക്കൈകളും ഈ കടയിലുണ്ട് കേട്ടോ. ആരും മറക്കരുത്, അവനെ സപ്പോർട്ട് ചെയ്യും. ജീവിതമാണ്, ജീവിത മാർഗ്ഗമാണ്. അതുകൊണ്ട് സ്കൂൾ പിള്ളേരെല്ലാം വിട്ടിങ്ങനെ പോകുമ്പോൾ അവരുടെയൊക്കെ ഒരു ചെറിയ മുട്ടായിയൊക്കെ മേടിക്കാനുള്ള ആവേശത്തിലാണ്. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മക്കളാട്ടോ. അപ്പം ആരും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ കട ഞാനാനിപ്പോയിക്കും പോകുന്ന വഴി, ഞാനാനിപ്പോയിക്കലാണ്, അതായത് കണിച്ചാറിനും കേളകത്തിൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഉണ്ടോ? ഇപ്പോൾ ഗോഡ്സൺ ഭായിനെ ആരും കണ്ടിട്ടില്ലായിരിക്കും. ഇവനെ ചങ്കായിരുന്നു. ഇപ്പം ചങ്കൊന്നുമല്ല. ചായ പൈസ കൊടുക്കണം പോലും. എന്നാ ചെയ്യുക? അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവനും ഉയരട്ടെ, അവനും ജീവിക്കട്ടെ, നമുക്കും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ. എല്ലാവർക്കും നല്ലൊരു ദിനം, ശുഭദിനം. പിന്നെ നല്ല പനി, നല്ല ചുമയുമാണ്, അതുകൊണ്ട് റെസ്റ്റിലാണ്. ബൈ.